ഹലോ മിഗോസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ ഞാനും കുഞ്ഞേട്ടനും എൻ്റെ പ്രിയപ്പെട്ട ബൈക്കിൽ കൂടി ഞങ്ങളൊന്ന് കറങ്ങാൻ ഇറങ്ങിയേക്കാണ്. അപ്പോൾ ദേ വേറെ എവിടെയല്ല കേട്ടോ, നമ്മുടെ സ്വന്തം കടമക്കുടി, നമ്മൾ പെടല പാലത്തിലേക്കാണ് കേട്ടോ പോകണം. ഞങ്ങളുടെ മെയിൻ സ്പോട്ട് തന്നെയാണ്. എനിക്കും കുഞ്ഞിനും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഒരു 5:30 സമയമാകുമ്പോൾ സൺസെറ്റൊക്കെ കണ്ട് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച്. അപ്പോൾ ദേ ഞങ്ങൾ രണ്ടുപേരും കൂടി അടിച്ച് പൊളിക്കാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ കുറച്ച് തിരക്കിലേക്കായിരുന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ 3 പേരോട് പോകാനാണ് പ്ലാൻ ചെയ്തത്. പിന്നെ പണിത്തിരക്കാരനെ ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. ഞങ്ങളതേ അവിടെ എല്ലാം കണ്ട് അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ശരിക്കും വെള്ളമുള്ള സ്ഥലമാണ്. ഇപ്പോൾ നിറച്ച് പായലും ആ ഒരു വയലറ്റ് പൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ വയലറ്റ് പൂവൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞോട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ കൂടെ ബൈക്കിലൊക്കെ വരാനായിട്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛന് ശേഷം എൻ്റെ ബൈക്കിൽ ഒട്ടും പേടിയില്ലാണ്ട് കയറണ ഒരാൾ എൻ്റെ കുഞ്ഞനാണ്. ബാക്കി എല്ലാവരും ബൈക്കിൽ കയറുമെങ്കിലും ആൾക്കാർക്കൊക്കെ പേടിയാണ്, ഞാൻ ഉരുട്ടി ഇടുമോ. സത്യം പറഞ്ഞാൽ ഞാൻ ആകെ വീഴ്ത്തിച്ചേക്കണത് എൻ്റെ അച്ഛനെ മാത്രമേ ഉള്ളൂ. ഞാൻ ബൈക്ക് ഓടിക്കാൻ പഠിച്ച സമയത്ത് അച്ഛനാണ് എന്നെ വണ്ടിയൊക്കെ ഓടിക്കാൻ പഠിപ്പിച്ചത്. ആ സമയത്തൊന്നും വീണിട്ടുണ്ട്. പക്ഷേ കാര്യമായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും പറ്റിയില്ല, എൻ്റെ വണ്ടിക്കൊന്നും പറ്റിയില്ല. അപ്പോൾ കുഞ്ഞിനും അതേപോലെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കൂടെ വണ്ടിയിലൊക്കെ വരാനായിട്ട്. എന്താണെന്നറിയില്ല, അവന് കുഞ്ഞിലെ മുതലാണെങ്കിലും അവന് ബൈക്കിനോട് ഭയങ്കര ക്രൈസാണ്. എൻ്റെ കൂടെ ബൈക്ക് വന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഞങ്ങൾ രണ്ടുപേരും കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ. അന്ന് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ഗ്യാങ് ആണെങ്കിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടേതായ രീതിയിൽ അടിച്ചൊക്കെ പൊളിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ ഐസ്ക്രീം വാങ്ങിക്കാൻ കടയിൽ പോയി. അപ്പോൾ എനിക്ക് തൊണ്ടവേദന കാരണം ഞാൻ വാങ്ങിച്ചില്ല. കുഞ്ഞിനൊരു ഐസ്ക്രീം വാങ്ങിച്ചു, അവൻ്റെ ഫേവറേറ്റ് കോൺ ഐസ്ക്രീം, ബട്ടർ സ്കോച്ച് ഫ്ലേവർ. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ കടമക്കുടി ഇവിടെ വെള്ളയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നു. കുറച്ച് നേരം സൺസെറ്റൊക്കെ കണ്ടു. ഞങ്ങൾ കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ നമ്മുടെ കടമക്കുടിയിൽ ഒരു പള്ളിയിൽ പെരുന്നാളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ആൾക്കാർ, തിരക്ക്, ബഹളം, ഗാനമേളക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്തില്ല. ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ അടിച്ച് പൊളിച്ചു. ഈ സമയത്തൊക്കെ പോയിരിക്കാൻ നല്ല രസമാണ് കേട്ടോ, സൺസെറ്റൊക്കെ കണ്ടപ്പോൾ ഫാമിലി ആയിട്ടാണെങ്കിലും. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ വഴി ജസ്റ്റ് പാസ് ചെയ്യണവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കയറണം കേട്ടോ, കാണാനും നമുക്ക് മൈൻഡൊക്കെ ഭയങ്കര റിഫ്രഷ് ആവും. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ പോണ വഴിക്ക് ഞാൻ ഒന്ന് കടയിൽ കയറി സർപ്രൈസായിട്ട്. അപ്പം അമ്മ വീട്ടിലായിരുന്നു, അച്ഛൻ കടയിലുണ്ടായിരുന്നു. അങ്ങനത്തെ അച്ഛനോടും ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി. ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വേഗം വരാം. ബൈ.